ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോങ് ഫോം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർ അവരുടെ വീഡിയോസിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലോങ് ഫോം വീഡിയോസിൽ കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. സാധാരണയായി ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ചാനൽ ലോഗോ, അതായത് അവരുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിലുള്ള ആ ഒരു പിക്ചർ തന്നെ അവരുടെ ലോങ് ഫോം വീഡിയോസിൻ്റെ സൈഡിലായി എല്ലാം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വ്യൂവേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വീഡിയോ കാണുമ്പോൾ ഇത് ഇന്നയാളുടെ വീഡിയോ ആണ് എന്നെല്ലാം ട്രേസ് ചെയ്ത് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ യുണീക്കായ ഒരു ലോഗോ എല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോസിൽ ലോഗോ എല്ലാം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റു കുറേ പേർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ വോയിസ് ഓവർ ചാനൽ എല്ലാം ആണെങ്കിൽ അവരുടെ ചാനലിൻ്റെ പേര് ഇത്തരത്തിൽ അവരുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേരാണെങ്കിൽ നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് ഇത് നമ്മുടെ വീഡിയോയുടെ സൈഡിലായി തന്നെ കൊടുക്കും. ഇത് പല രീതിയിലെല്ലാം ക്രിയേറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ചിലർ ഇത് വളരെ കളർഫുള്ളായെല്ലാം കൊടുക്കും, ചിലർ ഇത് ഒപ്പാസിറ്റി എല്ലാം കുറച്ച് വളരെ കുറഞ്ഞ ഒപ്പാസിറ്റി എല്ലാം കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ നിന്നുള്ള കണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിനും അതുപോലെ ഈ ഒരു കണ്ടന്റ് ഇത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അവരുടെ ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ട്രേസ് ഔട്ട് ചെയ്യാനെല്ലാം ഇത്തരത്തിൽ നമ്മുടെ ചാനൽ നെയിം എല്ലാം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവരുടെ വീഡിയോസിൽ ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ഫോം വീഡിയോസിൽ നമുക്ക് ബ്രാൻഡിങ് വാട്ടർമാർക്ക് എല്ലാം കൊടുക്കാമെന്നതാണ്. ബ്രാൻഡിങ് വാട്ടർമാർക്ക് എല്ലാം കൊടുക്കുന്നത് വഴി നമ്മൾ ഒരു വട്ടം ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഫുള്ളായി, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എവിടെ മുതൽ എവിടെ വരെ എല്ലാമാണ് ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് കാണിക്കേണ്ടത്, ഇത്തരത്തിൽ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ വൺ ടൈം നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോയിൽ ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴെല്ലാം തന്നെ ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് അവിടെ കാണിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് എല്ലാം കൊടുക്കുന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു തവണ നമ്മൾ ഒരു വാട്ടർമാർക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് വെക്കാമെന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസിലും ഇത് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുണമെല്ലാം ഈ ഒരു ബ്രാൻഡിങ് വാട്ടർമാർക്കിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതല്ല, ഇത് നമ്മുടെ ചാനൽ സെറ്റിംഗ്സിലെല്ലാമാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരുപാട് പേർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ വീഡിയോസിൽ ഇൻട്രോ അതുപോലെ ഔട്ട്രോ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രോ എല്ലാം സെറ്റ് ചെയ്യുന്നത് പല ക്രിയേറ്റേഴ്സ് പല ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് അവർ ഇത്തരത്തിൽ ഇൻട്രോ എല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ചിലർ ഒരേ ഇൻട്രോ തന്നെ അവരുടെ എല്ലാ വീഡിയോസിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ നെയിം അതുപോലെ നമുക്കൊരു വെൽക്കം നോട്ട്, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ എന്താണ് ഇതിനനുസരിച്ചുള്ള ഒരു ഇൻട്രോ എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ ഔട്ട്രോ എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താങ്ക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബ് ഷെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഔട്ട്രോയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇൻട്രോ ഔട്ട്രോ എല്ലാം കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിനെല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ വലിയ ലെങ്ത് ഉള്ള ഇൻട്രോ ഒന്നും നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാതിരിക്കുക. കാരണം ഇത്തരത്തിൽ വലിയ ലെങ്ത് ഉള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ പലരും നമ്മുടെ വീഡിയോസ് കാണുന്നത് അവർക്ക് സ്ട്രൈറ്റായി നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യാനെല്ലാമാണ്. അതിനാൽ തന്നെ വലിയ ഒരു ഇൻട്രോ എല്ലാം കൊടുക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ വ്യൂസ് എല്ലാം നഷ്ടപ്പെടാൻ കാരണമാകും. അതിനാൽ തന്നെ നിങ്ങൾ ഇൻട്രോ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ ഷോർട്ടായ ഒരു ഇൻട്രോ എല്ലാം സെലക്ട് ചെയ്യുക. ഇനി ലോങ് ഫോം വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് എൻ സ്ക്രീൻ അതുപോലെ കാർഡ് എന്നത്. അപ്പോൾ ലോങ് ഫോം വീഡിയോസിൽ നമ്മൾ തീർച്ചയായും കൊടുത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. എൻ സ്ക്രീനിൽ നമ്മുടെ കുറച്ച് വീഡിയോസ്, അതായത് ഒരു വീഡിയോ 2 വീഡിയോ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 4 വീഡിയോസ് അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഇത്തരത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് എൻ സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ വ്യൂവേഴ്സ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മുടെ മറ്റു ചില അതിലേക്കുള്ള ലിങ്ക് കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾ പറയുന്നു, അതിനുശേഷം നിങ്ങൾ പറയുന്ന ഒരു കാര്യം അത് മറ്റൊരു വീഡിയോ കണ്ടാലാണ് വ്യൂവേഴ്സിനെല്ലാം ലഭിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു എൻ സ്ക്രീനിൽ ഈ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം വീഡിയോയിൽ പറയാം. അതിനാൽ തന്നെ ഈ വീഡിയോ താല്പര്യമുള്ളവർ അവർ നമ്മുടെ വീഡിയോയുടെ എൻ സ്ക്രീനിൽ പോയി ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് അത് അവർക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ വളരെ ഗുണമുള്ള ഒരു ഫീച്ചറാണ് ഇത്തരത്തിൽ എൻ സ്ക്രീൻ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാർഡ് എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു ഐ കാർഡ് എല്ലാം കൊടുക്കുന്നത്, അതായത് ഒരു ഐ ബട്ടൺ എല്ലാം വന്ന് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോയ്ക്ക് മുകളിലായി ഒരു ലിങ്ക് എല്ലാം കാണിക്കാറുണ്ട്. അതായത് ഏത് വീഡിയോയെക്കുറിച്ചാണ് എന്നെല്ലാം എഴുതി ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് കാർഡ് എന്ന് പറയുന്നത്. ഇതും അതുപോലെ എൻ സ്ക്രീനും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ വീഡിയോസിലും സെറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ലോങ് ഫോം വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണിത്. ഇനി നമ്മൾ ലോങ് ഫോം വീഡിയോസിൽ നമുക്ക് വീഡിയോസ് എല്ലാം ഇതിനെല്ലാം കൂടുതൽ എഫക്റ്റ് എല്ലാം വരുത്തുന്നതിന് വേണ്ടി ചില സൗണ്ട്സ് എല്ലാം നമുക്ക്, അതായത് കോപ്പിറൈറ്റ് ഫ്രീ ആയ സൗണ്ട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജിഫ് ഇമേജസ് അല്ലെങ്കിൽ അനിമേറ്റഡ് ഇമേജസ് ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വരുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പിക്ചറൈസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വീഡിയോ ആയി കാണിക്കുന്ന രീതിയിലെല്ലാം തന്നെ സെറ്റ് ചെയ്യാം. ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ എൻഗേജ്മെൻ്റ് എല്ലാം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. അതിനാൽ തന്നെ ലോങ് ഫോം വീഡിയോസ് എല്ലാം യൂസ് ചെയ്യുന്ന കുറേ പേർ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവരുടെ വീഡിയോയിൽ ആഡ് ചെയ്യാറുണ്ട്. ഇനി ലോങ് ഫോം വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാഗ് പ്രൊഡക്റ്റ് എല്ലാമാണ്. അതായത് നമുക്കൊരു സ്റ്റോർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ തന്നെ നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേർ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നില്ല. മറ്റു കൺട്രികളിലെല്ലാം ഇത് സാധാരണയായി ഒരുപാട് പേരെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അധികം താമസിയാതെ കൂടുതൽ പേർ ഈ ഒരു ഫീച്ചർ എല്ലാം യൂസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കൂടുതൽ ബെനിഫിറ്റ് എല്ലാം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫീച്ചർ എല്ലാം തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ഒന്നും ആക്ടിവേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫീച്ചർ കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിൽ തന്നെ നമുക്ക് സബ് ടൈറ്റിൽസ് എല്ലാം ആഡ് ചെയ്യാമെന്നതാണ്. സബ് ടൈറ്റിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ വീഡിയോസിന് കൂടുതൽ ഗ്രോത്ത് എല്ലാം ലഭിക്കുന്നതിന് കാരണമാകും. കാരണം നമ്മൾ മറ്റു ലാംഗ്വേജിലുള്ള, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റുള്ള വ്യൂവേഴ്സിന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സബ് ടൈറ്റിൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഇത് വ്യൂവേഴ്സിന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റൊരു ലാംഗ്വേജ് എല്ലാം അറിയുന്നവരാണെങ്കിൽ കൂടി ഈ സബ് ടൈറ്റിൽസ് എല്ലാം റീഡ് ചെയ്ത് എന്താണ് നിങ്ങൾ പറയുന്നത് എന്നെല്ലാം മനസ്സിലാക്കും. അതിനാൽ തന്നെ അവർ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോയിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ അവർ കാണാനും അതുവഴി നിങ്ങൾക്ക് മറ്റു ലാംഗ്വേജ് എല്ലാം അറിയുന്ന ആളുകളുടെ അവരുടെ വ്യൂസ് കൂടി നിങ്ങളുടെ ലോങ് ഫോം വീഡിയോസിലേക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ലോങ് ഫോം വീഡിയോസ് എല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്, അതുപോലെ നമുക്ക് നമ്മുടെ ലോങ് ഫോം വീഡിയോസ് കൂടുതൽ മനോഹരമാക്കുന്നതിന് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളെല്ലാം അവരുടെ ലോങ് ഫോം വീഡിയോസിൽ ആഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ലോങ് ഫോം വീഡിയോസിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ടിപ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.